നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ചില കേസുകൾ വെറും നിയമ നടപടികളായി മാത്രം നിലനിൽക്കാറില്ല. അവ ഭരണത്തിന്റെ ധാർമ്മികതയും പൊതുജന വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന പ്രതീകങ്ങളായി മാറാറുണ്ട്. CMRL എക്സാലോജി കേസ് അത്തരമൊരു രാഷ്ട്രീയ വഴിത്തിരിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നത് കോടതികളും അന്വേഷണ ഏജൻസികളും തീരുമാനിക്കേണ്ട വിഷയമാണെങ്കിലും ഈ കേസിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ചോദ്യങ്ങൾ രാഷ്ട്രീയമായി അവഗണിക്കാൻ കഴിയാത്തവയാണ്. നീളുമ്പോൾ വെളിച്ചത്തിന്റെ ഉറവിടവും അന്വേഷിക്കപ്പെടുമെന്ന കവിവാക്യം പോലെ അധികാരത്തിന്റെ നീളുന്നിടത്ത് അതിന്റെ സുതാര്യതയും പൊതുസമൂഹം പരിശോധിക്കും. അതാണ് ജനാധിപത്യത്തിന്റെ സ്വഭാവം. അന്വേഷണ ഏജൻസികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLനും ഇടയിലെ സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈയിടെ അന്വേഷണം ശക്തമാക്കിയതായും വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ സമൻസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് വീണ അറിയിച്ചതിനെ തുടർന്നാണ് തിടുക്കപ്പെട്ട് ഇന്ന് തന്നെ ഹാജരാകാൻ ED വിളിക്കുകയും വീണ ഹാജരാവുകയും ചെയ്തത്. അതേസമയം ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇടപാടുകൾ നിയമപരമാണെന്നുമുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ബന്ധപ്പെട്ടവർ ഇപ്പോഴുമുള്ളത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിലെ 134 രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നു. കൊച്ചിയിലെ കമ്പനികാര്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ED നൽകിയ അപേക്ഷയെ തുടർന്നാണ് നടപടിയുണ്ടായത്. ഈ നീക്കത്തെ CMRL കോടതിയിൽ എതിർത്തുവെങ്കിലും തടസ്സവാദങ്ങൾ തള്ളിക്കൊണ്ട് രേഖകൾ കൈമാറാൻ കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ കോടതി ഉത്തരവ് വന്നിട്ടും രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ലഭിക്കാനുണ്ടായ കാലതാമസം അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ മാസം 29-ന് വീണ വിജയനെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനായി വിളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് വീണ അറിയിച്ച സാഹചര്യത്തിലാണ് ED എന്നാൽ ഇന്ന് തന്നെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ച പുതിയ രേഖകൾ കൂടുതൽ കരുത്താകുമെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ വീണയെ ED ചോദ്യം ചെയ്തപ്പോൾ നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു. പുതിയതായി ലഭിച്ച തെളിവുകളും മൊഴികളും നിരത്തിക്കൊണ്ടായിരിക്കും ഇന്നത്തെ ചോദ്യം ചെയ്യൽ. ഇവിടെ നിയമപരമായ കുറ്റം തെളിയിക്കപ്പെടുമോ എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ ചോദ്യം ഉയരുന്നുണ്ട്. അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പൊതുസമൂഹത്തിന്റെ വിശ്വാസത്തെ എങ്ങനെ ബാധിക്കുന്നു? ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിയമപരമായ ശരി തെറ്റുകൾ മാത്രമല്ല, ധാർമ്മികമായ വ്യക്തത കൂടിയാണ്. സത്യമേവ ജയതേ എന്നതൊരു മുദ്രാവാക്യം മാത്രമല്ല, ഒരു സാമൂഹിക ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം വേഗത്തിലും സുതാര്യമായും പൂർത്തിയാകേണ്ടത് ബന്ധപ്പെട്ട വ്യക്തികളുടെ താല്പര്യത്തിനും ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിനും ഒരുപോലെ ആവശ്യമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പല പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ വിവാദവും ഒരു പാഠം പഠിപ്പിക്കുന്നു. അധികാരം എത്ര ശക്തമായാലും പൊതുജന വിശ്വാസമാണ് അതിന്റെ യഥാർത്ഥ അടിത്തറ. ആ വിശ്വാസത്തിൽ വിള്ളൽ വീഴുമ്പോൾ ഏറ്റവും വലിയ നഷ്ടം ഒരു നേതാവിനോ ഒരു പാർട്ടിക്കോ മാത്രമല്ല, ജനാധിപത്യത്തിനു തന്നെയാണ്. അതിനാൽ ഈ കേസിന്റെ അന്തിമ വിധി കോടതികൾ പറയട്ടെ. പക്ഷേ രാഷ്ട്രീയത്തിന്റെ കോടതിയിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട ഉത്തരവാദിത്വം അധികാരത്തിലുള്ളവർക്ക് ഒഴിവാക്കാനാവില്ല. കാരണം ജനാധിപത്യത്തിൽ അധികാരം ഒരു അവകാശമല്ല, നിരന്തരം തെളിയിക്കപ്പെടേണ്ട വിശ്വാസമാണ്.